ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ടു ട്രാവൽ. ഇത് ട്രാവൽ ചെയ്യുന്നതിന് നല്ലതായിരിക്കും. അപ്പോൾ ഇറ്റ് വുഡ് ബി ബെസ്റ്റ്, നമ്മളുടെ വേർഡ് സെൻറ്റൻസ് എന്താണ്? ഇറ്റ് വുഡ് ബി ബെസ്റ്റ്, ഇറ്റ് വുഡ് ബി ഗുഡ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നതിന്, ടു ലേൺ, ടു സ്റ്റഡി, ടു ടീച്ച്, ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ടു ടീച്ച്. ഇത് ടീച്ച് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇനി ബോത്ത് ഫോർ ട്രിപ്പ് കംഫേർട്ട് ആൻഡ് സേഫ്റ്റി. ബോത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു രണ്ട് കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. എന്നിട്ട് പറയാം ഇത് രണ്ടും കംഫർട്ടായിരിക്കാനും സേഫ്റ്റി ആയിരിക്കാനും നല്ലതാണ്. ആ സമയത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബോത്ത് ഫോർ ട്രിപ്പ് കംഫേർട്ട് ആൻഡ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ബോത്ത് ഫോർ സ്റ്റുഡൻറ്റ് കംഫേർട്ട് ആൻഡ് സേഫ്റ്റി. ഇങ്ങനെ മാറ്റണം. നമ്മുടെ ഐഡിയ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം. ഫോർ മച്ച് ലോങ്ങർ ജേർണീസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ നേരമുള്ള യാത്രകൾക്ക്. ഫോർ മച്ച് ലോങ്ങർ. അപ്പോൾ മച്ച് ലോങ്ങർ. എന്നാൽ മച്ച് ലോങ്ങർ ടു ഡു ദിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇത് ചെയ്യാൻ കൂടുതൽ സമയം, ഇപ്പോൾ നമ്മൾ പറയും കൂടുതൽ സമയം എടുക്കും. നമുക്കൊരാളോട് പറയണമെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞാൽ മതി, മച്ച് ലോങ്ങർ ടു ഡു ദിസ്. എന്താണ് മച്ച് ലോങ്ങർ? ഐ തിങ്ക് ദാറ്റ് മച്ച് ലോങ്ങർ ടു ഡു ദിസ്. എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. ഒരിക്കലും ഇന്ത്യയിൽ ആരും ഇത് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെയാണ് ഭാഷ. അല്ലാതെ നിങ്ങൾ കുറേ പൈസ കൊടുത്തിട്ട് ഒരു ലോക്കൽ ഒരു വസ്തു വാങ്ങുന്നതിനേക്കാളും നല്ലത് വളരെ സമയം നമ്മളുടെ പണം സ്പെൻഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബ് കാണുന്നതിൽ നമ്മളുടെ സ്പെൻഡിങ് എന്ന് പറയുന്നത് ഡാറ്റയ്ക്ക് കൊടുക്കുന്ന പൈസ, അതല്ലാതെ നമ്മുടെ സമയമാണ് ഏറ്റവും വലിയ പൈസ ആയിട്ട് വരുന്നത്, നമ്മളുടെ സ്ട്രെയിൻ ചെയ്യുന്നത്, അതൊക്കെയാണ് പൈസ. അപ്പോൾ അത് നന്നായിട്ട് മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വസ്തു വാങ്ങിക്കാം. അതായത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിങ്ങനെ മാത്രമേ കിട്ടുകയുള്ളൂ. വായിച്ച് നിങ്ങൾ കൂടുതൽ പല റൈറ്റേഴ്സിൻ്റെ ബുക്സ്, അപ്പോഴാണ് പല ഫ്രേസസും കാര്യങ്ങളും നമുക്ക് കിട്ടുക. അപ്പം മച്ച് ലോങ്ങർ ടു ഡു ദിസ്. ഇത് ചെയ്യാൻ കുറേ സമയമെടുക്കും. സച്ച് ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സച്ച് ആസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇത് എന്നുള്ള സമയത്ത് സച്ച് ആസ് സംതിങ്, എന്തെങ്കിലും സച്ച് ആസ് ക്രിക്കറ്റ്, സച്ച് ആസ് ഫുട്ബോൾ, അങ്ങനെ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അതുപോലെ ഇന്ന കാര്യങ്ങൾ, അവിടെയാണ് നമ്മൾ സച്ച് ആസ് എന്ന് പറയുക. സൂപ്പർ ഹൈ സ്പീഡ്, ഹീസ് ഇൻ സൂപ്പർ ഹൈ സ്പീഡ്. ഹൈ സ്പീഡ് എന്ന് മാത്രമല്ല നമ്മൾ പറയേണ്ടത് ഹീസ് ഇൻ സൂപ്പർ ഹൈ സ്പീഡ്. അപ്പോൾ അതൊരു വ്യത്യസ്തമാണ്. വളരെ സ്പീഡിലുള്ള പോക്കാണെന്ന് പറയുന്നതിനാണ്. ഇനി അടുത്ത വേർഡാണ് ആസ് മെൻഷൻഡ് എബവ്. മുന്നേ പറഞ്ഞതുപോലെ അതിന് പറയേണ്ടതാണ് നമ്മൾ ആസ് മെൻഷൻഡ് എബവ്. ഇനി ഒരു വാക്ക്, ഒരേ വാക്ക് വെച്ച് അത് പല വാക്കുകളോടും തന്നെ നിൽക്കുമ്പോഴും അതിൻ്റെ അർത്ഥം മാറുന്നതാണ് നമ്മൾ പറയുന്നത്. പ്രോബബ്ലി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാം. ഇനി പ്രോബബ്ലി നോട്ട്, ഒരു പക്ഷേ അല്ല, പ്രോബബ്ലി നോട്ട്, പ്രോബബ്ലി നത്തിങ്, ഒരുപക്ഷെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പറയണം. ഒരുപക്ഷെ ഒന്നും ഉണ്ടാവില്ലയാണ് പ്രോബബ്ലി നോട്ട്. എന്നാൽ ദിസ് ഈസ് പ്രോബബ്ലി ടെക്നിക്കലി ഫീസിബിൾ. എന്താണ് ഇത്? ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ട്, സാങ്കേതികമായി നടക്കാൻ സാധ്യതയുണ്ട്. ദിസ് ഈസ് പോസിബിളി, ഇപ്പോൾ സാധ്യതയുണ്ടെന്ന അർത്ഥത്തിലേക്ക് മാറി. ദിസ് ഈസ് പോസിബിളി ടെക്നിക്കലി ഫീസിബിൾ. ഇത് സാങ്കേതികമായിട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നായി മാറി. ആ ഒരു പക്ഷേ എന്നുള്ളത് ഉപയോഗിക്കാം. പ്രോബബ്ലി ഫേവേർഡ്, ഒരു പക്ഷേ അനുകൂലമായിരിക്കാം. പ്രോബബ്ലി ആയിരിക്കാം, അതൊരു ഷുവർ ഇല്ല, ആയിരിക്കാം, അത് ഒരു അനുകൂലമായിരിക്കാം. പ്രോബബ്ലി ഫേവർ. ഓക്കെ. അപ്പോൾ പ്രോബബ്ലി എന്ന് പറഞ്ഞാൽ തന്നെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ, പ്രോബബ്ലി നോട്ട് ഒരു പക്ഷേ ഇല്ല, പ്രോബബ്ലി നത്തിങ് ഒരു പക്ഷേ ഒന്നുമില്ല. എന്നാൽ ഇതേ പ്രോബബ്ലി നമ്മൾ ഒരു വാചകമായിട്ട് മാറുമ്പോൾ ദിസ് ഈസ് പ്രോബബ്ലി ടെക്നിക്കലി പോസിബിൾ. അത് സാധ്യതയുണ്ടെന്നുള്ള അർത്ഥത്തിലേക്ക്, സാധ്യതയുണ്ട്, നടക്കുന്നതല്ല, ഷുവറല്ല പറയുന്നത്. പ്രോബബ്ലി ഫേവർ എന്താണ്? അനുകൂലമായിരിക്കാം, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആസ് മെൻഷൻഡ് എബവ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അതാണ് അതിൻ്റെ അർത്ഥം. ദ അപ്രോച്ച് ദാറ്റ് ഐ ബിലീവ് വുഡ് ഓവർകം, മറികടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അപ്രോച്ച് ഇതാണ്. എന്താണ്? അപ്പോൾ അതൊരു വേറെ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ്. എന്താണ്? സമീപനം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ പച്ച മലയാളത്തിൽ സമീപനം ഇതാണ്. അങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാം.
ദ അപ്രോച്ച് ദാറ്റ് ഐ ബിലീവ് വുഡ് ഓവർകം. അതായത് മറികടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സമീപനം ഇതാണ്. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്, വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ്. ദേ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ദി ഗെയിം. റിയർ ഓഫ് ദ പാൻ, പിൻഭാഗം, അതിനെയാണ് റിയർ എന്ന് പറയുക. ദിസ് ഈസ് ലൈക്ക് ഹാവിങ് എ പാൻ. ഇത് ഒരു പാന ഉണ്ടായിരിക്കും പോലെ എന്ന് പറയുന്ന ഇത് ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന പോലെയാണ്. ഒരു 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 പാന നമ്മുടെ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് ദിസ് ഈസ് ലൈക്ക് ഹാവിങ് എ പാൻ, ദിസ് ഈസ് ലൈക്ക് ഹാവിങ് എ സ്ട്രെങ്ത്. അപ്പോൾ ഒരു ശക്തി ഉള്ളതുപോലെയാണ് വെൻ യു വാക്ക് വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്കൊരു ശക്തിയുള്ളത്. ദിസ് ഈസ് ലൈക്ക് ഹാവിങ് സ്ട്രെങ്ത്, ഹാവിങ് എ പെൻ, ഹാവിങ് എ ബോക്സ്. അതൊരു വെറുതെ നിങ്ങളുടെ ആവശ്യമാണ് കേട്ടോ, ഞാൻ വെറുതെ വാക്കുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റ് വുഡ് ഓൾസോ സൈമൾട്ടേനിയസ്ലി സോൾവ് അനദർ പ്രോബ്ലം. ഇത് ഒരേ സമയം മറ്റൊരു പ്രോബ്ലത്തിന് കൂടെ പരിഹാരമാകുന്നു. പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രശ്നം. ഇറ്റ് വുഡ് ഓൾസോ സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയം. ഇറ്റ് വുഡ് ഓൾസോ, അപ്പോൾ വുഡ് ഓൾസോ ഒക്കെ വയ്ക്കുമ്പോൾ ഭാഷ വളരാണ്. ടെൻസ്ലി സോൾവ് അനദർ പ്രോബ്ലം. ഇറ്റ് വോണ്ട് വർക്ക് വെരി വെൽ. ഇത് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് വോണ്ട് വർക്ക് വെരി വെൽ. താങ്ക് യു. അപ്പം നന്നായി പഠിക്കുക. ഈ വാചകങ്ങളൊക്കെ നിങ്ങൾ റീകളക്ട് ചെയ്യുക, എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ഭാഷയിലേക്ക് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭാഷ വളരും. അപ്പോൾ ഭാഷയുടെ വളർച്ചയാണ് നമ്മൾക്ക് ലക്ഷ്യം. പൈസ കൊടുത്ത് കുറേ സ്പോക്കൺ ഇംഗ്ലീഷിൽ പോയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് എന്ന് പറയുന്നത് നല്ല വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റണം. അപ്പോൾ നിങ്ങളതിന് വേണ്ടി പോകുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ പോവാം. പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ ബാക്കിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ കൊടുക്കണം. സ്വയം റീഡ് ചെയ്ത് വാചകങ്ങളും ഗ്രാമറും ഒക്കെ കണ്ടെത്തി നിങ്ങൾ പഠിക്കുക, ഫ്രേസസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളപ്പോൾ ഇൻട്രസ്റ്റഡ് ആവും. ഒരു ഡെയിലി ഒരു 10 or 15 minutes നിങ്ങളിതിന് സ്പെൻഡ് ചെയ്താൽ മതി. താങ്ക് യു.